ഗെയില് ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട് ഞങ്ങൾ ഗെയിൽ പൈപ്പ് ലൈൻ കൊണ്ടുവന്നു. ഗെയിൽ പൈപ്പ് ലൈൻ ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട ബോംബാണെന്ന് പറഞ്ഞ മന്ത്രി, വ്യവസായ മന്ത്രി മന്ത്രിസഭയിലിരിക്കുക. അവരാണ് എല്ലാത്തിനെതിരെ നിന്നത്. മെട്രോക്കെതിരായി സമരം ചെയ്തു CPM, മെട്രോ റെയിലിനെതിരായി കൊച്ചിയിൽ. ഞങ്ങൾ ആ പരിപാടിക്കൊന്നും പോയിട്ടില്ല. ഞങ്ങൾ കെ റെയിലിനെ എതിർത്തു. അത് യാഥാർത്ഥ്യമായല്ലോ. കെ റെയിലിനെ എതിർത്തത് ശരിയാണെന്ന് എല്ലാവരും സമ്മതിച്ചില്ലേ? അല്ല, അത് നിരോധിക്കേണ്ടതാണ്. അത് മനഃപൂർവ്വമായി മതവിദ്വേഷവും കേരളത്തെ സംബന്ധിച്ചൊരു മോശം അഭിപ്രായവും രാജ്യത്തെല്ലാം ഉണ്ടാക്കാൻ മനഃപൂർവ്വം ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെതിരായി നിയമ നടപടികളാണ് സ്വീകരിക്കേണ്ടത്, അല്ലാതെ BJPയുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലല്ല, അതൊക്കെ ഞാൻ വിസ്മയം ഉണ്ടാകുമ്പോൾ അതാത് സമയത്ത് നിങ്ങളെ അറിയിക്കും. ഞാൻ നിങ്ങളെ അറിയിക്കാതെ വേറെ ആരോടും പറയില്ല. അതാണ് നിയമമന്ത്രിയെ പോലെ ഒരാള് സർക്കാരിന് ഇഷ്ടമില്ലാത്ത വിധി വിജിലൻസ് കോടതി പറയുമ്പോൾ അതിനെ തള്ളി പറയാം. കോടതി എല്ലാ കോടതിയും ഒരുപോലെയാണ്. എല്ലാ കോടതിയും ഒരുപോലെയാണ്. തന്ത്രിയുടെ കേസിൽ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കേസിൽ എന്താ പറഞ്ഞത്? ഒരു തെളിവിൻ്റെ കണിക പോലും ഇല്ലാതെ അദ്ദേഹത്തെ 40 ദിവസം ജയിലിലാക്കിയെന്ന് പറഞ്ഞു അല്ലേ? ആ ജഡ്ജ്മെന്റിനെ നിയമമന്ത്രി തള്ളി പറഞ്ഞല്ലോ. നിയമമന്ത്രിക്ക് എന്താ അധികാരം ആ ജഡ്ജ്മെന്റിനെ തള്ളി പറയാൻ? നിയമമന്ത്രി എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത അധികാരമൊന്നും അദ്ദേഹം ഉപയോഗിക്കണ്ട. ആ കോടതി വിധിയെ തള്ളി പറയാനുള്ള ഒരു അധികാരവും നിയമമന്ത്രിക്കില്ല. ഒരു കണിക പോലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ SIT വിശദമാക്കണം. എന്ത് ക്രൈമാണ് ചെയ്തിരിക്കുന്നത്, എന്ത് പങ്കാളിത്തമാണ് തന്ത്രിക്കുള്ളതെന്ന് പറയണം. അവർ നേരത്തെ പോയതാണ്, 6 കൊല്ലം മുമ്പ് പോയത്. 6 കൊല്ലം മുമ്പ് പോയതാണ്, ഇപ്പൊ പോയതല്ല. അല്ല, ചർച്ചകൾ തീരുമ്പോ നിങ്ങളെ അറിയിക്കും. ആദ്യം നിങ്ങളെ ഞാൻ വാക്ക് തരിക. ചർച്ച എല്ലാം പ്രഖ്യാപിക്കും അവസാനം. ഉറപ്പായിട്ടുണ്ടാവും. ഉറപ്പായിട്ടും മധ്യ കേരളത്തിൽ അതിഗംഭീരമായ തിരിച്ചുവരവ് UDF-നുണ്ടാവും. പത്തനംതിട്ടയിൽ 5 സീറ്റും ജയിക്കും, ഇടുക്കിയിൽ 5 സീറ്റും ജയിക്കും, കോട്ടയത്ത് ബഹുഭൂരിപക്ഷം സീറ്റുകളും ജയിക്കും. എല്ലാം ഞാൻ പറയുന്നില്ല, ബഹുഭൂരിപക്ഷം മജോറിറ്റി സീറ്റുകൾ ജയിക്കും. എറണാകുളത്ത് 14 ജയിക്കും. അല്ല, അത് വളരെ 2024 ശമ്പള കമ്മീഷൻ നിയമിക്കേണ്ടിയിരുന്നു. ശമ്പള കമ്മീഷൻ നടപടികളെല്ലാം പൂർത്തിയാക്കി ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കേണ്ടിയിരുന്നു. ഇനി ഈ ഗവൺമെന്റ് സർക്കാർ ഉദ്യോഗസ്ഥർ ഡാറ്റ ചോർന്നതിലടക്കം സർക്കാരിനെതിരെ പ്രതികരിക്കുകയായിരുന്നു VD സതീശൻ. തത്സമയ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.